ഹലോ, എന്തൊക്കാ സുഖല്ലേ? നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ? നല്ല വറ്റിച്ച് കുറുകിയ ഫിഷ് കറി. എന്നാ വാ, ഉണ്ടാക്കി വെക്കാം. ഞാനിതില് ചെറിയ ഉള്ളി എടുത്ത് ഒരു 4 ചെറിയ ഉള്ളി എടുത്ത് 1.5 തക്കാളി. തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത്. ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്താ പറയാ സോട്ടായി കിട്ടലുണ്ട്. പിന്നെ ചെറിയുള്ളിയിലെ ടേസ്റ്റ് വെല്ലുള്ളിനെക്കാട്ടിയും നല്ലതാണ് കറിക്ക്. ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ചെറിയുള്ളി എടുക്കുമ്പോഴാണ്. പക്ഷെ ചെറിയുള്ളി നന്നാക്കി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കുറച്ചൊരു മെനക്കേടാണ്. അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളുത്തുള്ളി ഒരു 3 ഞാൻ എടുത്തത്. അത് കുറച്ച് വലിയതാട്ടോ. അത് നല്ലോണം കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചി ഞാൻ എടുക്കില്ല. ഇഞ്ചി ചില കറികളിലേക്ക് അങ്ങടെ ചേരും പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു പച്ചമുളക്. ഇവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാ, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒന്നേ എടുത്തുള്ളൂ. പിന്നെ പുളി ഇവിടെ എനിക്ക് അത്യാവശ്യം നല്ലോണം വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി അധികം എടുത്ത്. ഇങ്ങക്ക് എങ്ങനെ പുളി ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിക്കുക. ഇനി അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇടുന്നത്. വെളുത്തുള്ളി നല്ലോണം ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ഇടുക. ചെറിയുള്ളി നന്നായി ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നമ്മള് അരിഞ്ഞു വെച്ച തക്കാളിയില്ലേ, അതും അതിലേക്ക് ഇടുക. ഞാൻ ഇവിടെ 1.5 തക്കാളിയാണ് എടുത്തത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 1.5 എടുത്ത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു പച്ചമുളക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ, അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നല്ലോണം വഴലണം കേട്ടോ, എന്നാലേ ഒരു എന്താ പറയാ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ തക്കാളി ഉള്ളിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞപ്പൊടി ഞാൻ ഒരു 1.5 ടീസ്പൂൺ ആയിരിക്കും മഞ്ഞപ്പൊടി ഇട്ടത്. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവിടുത്തെ നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ, അതും. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതിലിട്ടിട്ട് അതിന്റെ നല്ലോണം പച്ചമണല്ലേ, അത് നല്ലോണം പോവണം. അങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിന്റെ പച്ചമണൊക്കെ ഇപ്പൊ നല്ലോണം പോയിണ്. അതിന് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളല്ലേ, അതൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തള വന്നപ്പം ഇനി നമുക്ക് കറിക്ക് വേണ്ടി ഒരു വെള്ളല്ലേ, ഞാൻ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ച് മിക്സ് ആക്കി നല്ലോണം തിളപ്പിച്ചെടുത്ത്. ഇനിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് അയിലയാണ്. അപ്പൊ അയില അതിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊന്നും അധികം വേവ് ഉണ്ടാവൂല, കുറച്ചു നേരം വന്നാൽ മതി. കുറച്ച് ടൈം അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ഒന്ന് നോക്കിയിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് നമ്മളത് നല്ലോണം സെറ്റ് ആയതിനു ശേഷം കുറച്ച് മല്ലിച്ചപ്പും പൊടി ഇട്ടാ നമ്മളെ കറി സെറ്റായി. നല്ല കുറുകി, കുറച്ചൊന്ന് ഭയങ്കര വെള്ളമായിട്ട് എടുക്കരുത്, കുറച്ചൊന്ന് കുറുകി എടുക്കണം. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ കറി സെറ്റ്. അന്നിങ്ങനെ ചുറ്റിച്ചെടുത്ത കറി അടിപൊളി. എന്താ, നല്ല ചോറും കൂട്ടുക അല്ലെങ്കിൽ നല്ല പുട്ടിന് കൂട്ടുക, അടിക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്.